explanation of optical spectrum based on Bohr model. അപ്പോൾ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എനർജി ഓഫ് an electron in an nth orbit. Then how this spectrum originates, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. And we know electromagnetic radiation is emitted only when the electron jumps from a higher orbit to a lower orbit. ഇപ്പോൾ electron transit ചെയ്യുമ്പോൾ, when electron transition takes place from the higher orbit to lower orbit only, then electromagnetic radiation is emitted. And what is the energy of this electromagnetic radiation? That is h nu, and that is equal to E n2 minus E n1. ഇപ്പോൾ ഈ ലെവലിൻ്റെ എനർജി ഡിഫറൻസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജിയാണ് എമിറ്റ് ചെയ്യുന്നത്. And we can calculate energy from this expression. So now we are going to calculate the energy of radiation emitted when an electron transits from a higher orbit n2 to a lower orbit n1. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. This is minus m e raised to 4 by 8 epsilon 0 square n2 square h square minus this is the minus, and next minus is in the equation for e. ഈയുടെ ഇക്വേഷനിലുള്ള മൈനസ് ആണിത്. മൈനസ് m e raised to 4 by 8 epsilon 0 square n square h square minus minus plus I m e raised to 4 by 8 epsilon 0 square h square is a constant, and 1 by n1 square minus 1 by n2 square. ഇവിടെ ഓർക്കേണ്ടത് n1 is the lower orbit and n2 is the higher orbit. ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഹിയർ n1 is the lower orbit and this is h nu. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ലാംഡയുടെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാം. and we know nu is equal to c by lambda, and from this we can calculate 1 by lambda. 1 by lambda എന്ന് പറയുന്നതാണ് വേവ് നമ്പർ. അതിൻ്റെ നൊട്ടേഷൻ ന്യൂ ബാർ എന്നാണ്. ന്യൂ ബാർ is the notation for wave number. Wave number means 1 by lambda, and from this we can calculate 1 by lambda. 1 by lambda is equal to m e raised to 4 by 8 epsilon 0 square h square by hc 1 by n1 square minus 1 by n2 square. And these constant together is known as the Rydberg constant, or 1 by n1 square minus 1 by n2 square. അപ്പോൾ ഇത്രയും കോൺസ്റ്റൻസ് ചേർന്നതാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. ആർ ലെഫ്റ്റ് സൈഡ് ഈസ് 1 by lambda or nu bar, and the value for r is 1.09 into 10 raised to 7 meter inverse. That is the value for r. ഇതും പ്രോബ്ലത്തിൽ ചോദിക്കുന്നതാണ്, യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ആൻഡ് ദിസ് ഇസ് ഹൗ ദ സ്പെക്ട്രം ഒറിജിനേറ്റ്സ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇങ്ങനെയാണ് സ്പെക്ട്രം ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓരോ ലൈനിൻ്റെയും വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. വേവ് ലെങ്ത് ഈ ഇക്വേഷൻ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എനർജി ആണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് മുമ്പുള്ള ഇക്വേഷൻ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. And then various series for hydrogen atom are the Lyman series, then Paschen series, Lyman, then Balmer, Paschen, Brackett and Fund series. These are the
ഹൈഡ്രജൻ ആറ്റം സീരീസസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രത്തിൽ ഒബ്സർവ് ചെയ്യുന്ന ലൈൻസ് സീരീസ് ഇതൊക്കെയാണ്: ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫണ്ട്. ആൻഡ് ലൈമാൻ is the transition to the ഫസ്റ്റ് ഓർബിറ്റ്. ഫസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ. ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഹയർ ഓർബിറ്റിൽ നിന്ന് വേണമെങ്കിലും ആവാം. ഹയർ ഓർബിറ്റ് 2, 3, 4 എക്സെട്ര. ഫോർ ബാമർ സീരീസ് ദ ലോവർ ഓർബിറ്റ് ഈസ് 2. സെക്കൻഡ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷനാണ് ബാമർ സീരീസ്. N2 2 ആയതുകൊണ്ട് ഹയർ ഓർബിറ്റ് എന്ന് പറയുന്നത് 2വിൻ്റെ മുകളിലുള്ള ഓർബിറ്റ്സ്, അതായത് 3, 4, 5 etc. And for Passion series the transition is to the third orbit. For bracket it is to the fourth orbit, and for Fun series it is to the fifth orbit. And here N2 is 4, 5 etc. Here N2 is 5, 6 etc. Here N2 5നേക്കാളും കൂടിയ ഹയർ ആയിട്ടുള്ള ഓർബിറ്റ്, അതായത് 6, 7 etc. So these are hydrogen atom series: Lyman, Balmer, Paschen, Fund series. ഓരോന്നിൻ്റെ ലോവർ ഓർബിറ്റ് ഏത് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ ആണെന്നുള്ളതാണിത്. ആൻഡ് ദിസ് ഇസ് ഹൗ ഹൈഡ്രജൻ ആറ്റം സീരീസ് ഒറിജിനേറ്റ്സ്. ഹൈഡ്രജൻ ആറ്റം സീരീസിൻ്റെ ബോർ മോഡൽ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനാണിത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ബോർ മോഡൽ? ദെൻ എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഒബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ബേസ്ഡ് ഓൺ ബോർ മോഡൽ. അതുപോലെ തന്നെ റേഡിയസ്, വെലോസിറ്റി, അതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് റേഡിയസും വെലോസിറ്റിയൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് വേവ് ലെങ്ത്, ഫ്രീക്വൻസിയൊക്കെ ചോദിക്കാം. ഒരു ട്രാൻസിഷൻ പറയും, ആ ട്രാൻസിഷൻ്റെ കേസിൽ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിക്കും. അതുപോലെ പ്രോബ്ലത്തിനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി പ്രോബ്ലം ഈ ഇതിനുള്ളിലെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചോദിക്കാറുണ്ട് സാധാരണ.